ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പം സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കണേ. ഈ മാവിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി 1 കപ്പ്, അതിലേക്ക് ഒരു നുള്ള് ഉപ്പിടുക. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ പാകത്തിന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായി പോവരുത്, എന്നാൽ ഒരുപാട് കട്ടിയും ആവാത്ത രീതിയിൽ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി തടവി കൊടുക്കുക. എന്നിട്ട് അതോടെ മൂടി മാറ്റി വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല ക്യൂബ്സ് പോലെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ക്യൂബ്സ് പോലെ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും കൂടി ആവശ്യമുണ്ട്. അതും കൂടി ഞാൻ അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നമുക്കെടുക്കാം. ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം മാറ്റിയെടുത്ത് ജാറിലേക്ക് ഇടുക. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണേ. ഇതെൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂണ് ഞാനിവിടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ഗരം മസാല, ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഉപ്പ്, മല്ലിപ്പൊടി. ഉപ്പ് പാകത്തിന് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പം കുറച്ചിട്ടിട്ടുണ്ട്, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും സ്പ്രിംഗ് ഒനിയനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മിക്സോടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിവിടെ മാവൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ വലുതാക്കി പരത്തിയിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനാണ്. പക്ഷേ എനിക്കത് എന്തോ ശരിയായില്ല. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം. അത് എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സെപ്പറേറ്റ് പരത്തിയെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് നമ്മുടെ മോമോസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിലാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ രീതികൾ പരീക്ഷിച്ച് നോക്കി, പക്ഷേ എല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ രീതിയിൽ പിടിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് 14 ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. ഞാൻ ഇവിടെ ഇഡ്ഡലിത്തട്ടിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കുഴിയിലും നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ചെയ്യാമല്ലോ. ഒന്നിച്ചിട്ട് വെക്കാണ്ട് ഈ രീതിയിൽ ഓരോന്നിൽ ഞാൻ ഒന്ന് എന്ന രീതിയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചാൽ ചിലപ്പം ഒട്ടിപ്പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിലെടുത്തത്. ഇനി നമുക്ക് അത് ഞാനിവിടെ ഒരു അരമണിക്കൂർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിൽ തക്കാളി, ഉള്ളി, ഇഞ്ചി, കുറച്ച് വിനാഗിരി, ഉപ്പ്, അല്പം ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെളിച്ചെണ്ണയല്ല ഓയിലിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മോമോസ് എന്ന്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഞാനിത് ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ